Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു റൗട്ടർ യൂപീസിനെ പറ്റിയാണ്. ക്വാണ്ടം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റൗട്ടർ യൂപീസ് ആണ്. അപ്പോൾ നമ്മൾ മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പവർ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ മോഡ് ഓഫായി പോകും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന ക്വാണ്ടം എന്നൊരു കമ്പനിയുടെ യൂപീസ് ആണ്. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ബോക്സിലാണ് ആ ഡിവൈസ് വരുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ചെറിയ കാർഡാണ് വരുന്നത്. നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് റൗട്ടർ യു പി എസ്. ഓക്കെ, നമ്മുടെ ക്വാണ്ടം എന്ന കമ്പനിയുടെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത വേറെ എന്താ കിട്ടുന്നത് നോക്കാം ബോക്സിനകത്ത്. ഓക്കെ, നമുക്കിതൊരു യൂസർ മാനുവലാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത്. ഇതെൻ്റെ യൂസർ മാനുവലാണ്. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു യൂസർ ഗൈഡാണ്. പിന്നീട് നമുക്കൊരു കേബിൾ നൽകുന്നുണ്ട്, അതായത് നമ്മുടെ യു പി എസ് റൗട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കേബിളാണ്. പിന്നീട് കുറച്ച് കൺവേർട്ടേഴ്സ് നൽകുന്നുണ്ട്, അതായത് നിങ്ങളുടെ മോഡത്തിൻ്റെ അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ടർ ഉപയോഗിച്ച് ഏത് പിൻ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വലുതും ചെറുതുമായിട്ടുള്ള 4 പിന്നാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, നമുക്കിനി യു പി എസ് നോക്കാം. സോ ഇതാണ് യു പി എസ്. വളരെ ലൈറ്റായിട്ടുള്ള യു പി എസ് ആണ്. ക്വാണ്ടം ബ്രാൻഡിങ് ഉണ്ട്. വളരെ ലൈറ്റാണ്, ഏകദേശം ഒരു മൊബൈലിൻ്റെ അത്ര വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൺ ഓഫും ബട്ടൺ ഉണ്ട്. മുകളിലായിട്ട് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. നമ്മളുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നീടായിട്ട് ബാക്കിലായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, അതായത് എത്ര വോൾട്ടേജ് ആണ്, അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി, അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ 1 ഇയർ വാറണ്ടിയാണ് പ്രോഡക്റ്റ് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഓണും ഓഫും ആക്കാനായിട്ട് സാധിക്കും. ഓൺ ആക്കുമ്പം മുകളിലായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്, ഗ്രീൻ LED ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് മേടിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഫുൾ ചാർജ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. ഏകദേശം 3 മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആകും. ഓക്കെ, നമുക്ക് അഡാപ്റ്റർ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് മോഡത്തിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മോഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ മോഡത്തിൻ്റെ അഡാപ്റ്റർ 12 വാൾട്ടിൻ്റെയാണ്. സോ ഇവിടെ കാണാൻ സാധിക്കും 12 വാൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്റർ വഴി എനിക്ക് യു പി എസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മോഡത്തിൻ്റെ ഔട്ട്പുട്ട് 12 വാൾട്ട് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, യു പി എസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഔട്ടും ഇന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൗട്ടറിൻ്റെ കൂടെ നമുക്ക് ഈ കേബിൾ നൽകുന്നുണ്ട്. ആ ഒരു കേബിൾ നമ്മൾ യു പി എസിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളുടെ മോഡത്തിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ട കേബിൾ ഊരിയതിന് ശേഷം ആ യു പി എസിൽ നിന്ന് വരുന്ന കേബിൾ നമ്മൾ മോഡത്തിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും 12 വാൾട്ട് 1 ആംപിയർ ആണ് പറഞ്ഞിരുന്നത്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിളി കണക്ട് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അടുത്ത മോഡത്തിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. മോഡത്തിൻ്റെ അഡാപ്റ്റർ നമ്മുടെ റൗട്ടറിൻ്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് അഡാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അഡാപ്റ്റർ വഴി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. നമുക്കിനി പ്ലഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം പ്ലഗിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ റൗട്ടറും അതുപോലെ തന്നെ നമ്മുടെ യു പി എസും ഓൺ ആയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ റൗട്ടറിൻ്റെ സ്വിച്ച് ഓഫാണ്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓണാക്കി കൊടുക്കുക. ഓണാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് യു പി എസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഞാൻ എന്താണ്ട് ഓൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ മോഡം വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അവിടെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്താലും മോഡം കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആണ്.
ഒരു പ്രശ്നമില്ലാതെ വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. കണ്ട പ്ലഗ് ഊരിക്കുകയാണ്. പ്ലഗ് ഊരിയാലും നമുക്ക് മോഡം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കറണ്ട് പോയാലും നമുക്ക് മോഡം ഓഫ് ആവില്ല. അത് മാത്രമല്ല, നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും 4 മണിക്കൂറോളം മോഡം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.